അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് പൊട്ടാറ്റോ ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കഴിക്കാനും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോൾസാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഞാൻ പിഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ പിഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഫോർക്കോ കയ്യോ വെച്ചിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. കട്ടകളില്ലാതെ വേണം ഇത് പൊടിച്ചെടുക്കാൻ കേട്ടോ. നല്ല സോഫ്റ്റ് ആവും വിധം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് എടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ ഒഴിച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഇപ്പോൾ ഞാനൊരു സവാള, ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ക്യാരറ്റ്, ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, അതും ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇത്തിരി മല്ലിയില. ഇതൊക്കെ കൂടി ആകുമ്പോൾ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകളാണ്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നല്ലതുപോലെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഉരുളകളായിട്ട് ഇത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് 1 ടീസ്പൂൺ മൈദപ്പൊടി എടുത്തിട്ട് ഒരു ഇത്തിരി വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നും ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുള്ള ബോൾസാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം കേട്ടോ. പക്ഷേ ബോൾസ് ആക്കുമ്പോൾ ഒന്നും കൂടി കാണാനൊരു ഭംഗിയാണ്. ഇപ്പോൾ ഞാനൊരു ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, കാണാൻ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതുപോലെ ബോൾസാക്കി എടുക്കാം. അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിൽ കോട്ടിങ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ മൈദമാവിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് മുക്കിയെടുക്കുകയാണ്. ഇനി ഇത് അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെയാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഉരുട്ടി ഉരുളയാക്കി എടുക്കണം. ഉരുള പൊട്ടിപ്പോവാതെ നോക്കണം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാനതുപോലെ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുവരെ ഇത് ഇളക്കി കൊടുക്കരുത് കേട്ടോ, പൊട്ടിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അത് മൊത്തം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളത് മൊത്തം ഞാൻ അതുപോലെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.